ഒരിക്കൽ ഹഫ്സ ബിന്ത് അബീബക്കർ, ഹഫ്സ ബിന്ത് അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ. ഈ അബ്ദുറഹ്മാന്റെ മകൾ ഹഫ്സ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് വന്നു. അപ്പൊ ഹഫ്സ ആയിഷയുടെ സഹോദരന്റെ മകളാണ്. അപ്പോൾ അമ്മായിയുടെ അടുക്കലേക്കാണ് ഹഫ്സ വരുന്നത്, ആയിഷയുടെ അമ്മായി. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഹഫ്സ ഒരു നേർത്ത ശിരോവസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, നേർത്ത ശിരോവസ്ത്രം മക്കന. അത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ശിരോവസ്ത്രം വാങ്ങി അത് മുറിച്ചിട്ടു, കഷ്ടിച്ചിട്ടു. എന്നിട്ട് കട്ടിയുള്ള ഒരു ശിരോവസ്ത്രം അവരെ ധരിപ്പിച്ചു എന്നാണ്. കട്ടിയുള്ള ശിരോവസ്ത്രം ധരിപ്പിച്ചു. എന്താ ഇവിടെ പറഞ്ഞത്? ഹഫ്സ ബിന്ത് അബ്ദുറഹ്മാൻ അമ്മായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവർ ധരിച്ച ശിരോവസ്ത്രം അത് നേർത്തതാണ്, നേർത്തത്. അത് ശിരോവസ്ത്രമാണ്, മക്കനെയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അത് മുറിച്ചിട്ട്, എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു കട്ടിയുള്ള വസ്ത്രം അവർക്ക് ധരിക്കാൻ കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തിനാണ് ആയിഷ റളിയല്ലാഹു തആല അത് ചെയ്തത്? എന്തിനാണ് ചെയ്തത്? അത് നമ്മൾക്കൊരു പാഠാണ്. എന്താ പാഠം? സ്ത്രീകൾ ധരിക്കുന്ന പല ഡ്രസ്സുകളും നേർത്ത ശീലയുടേതാണ്. ആ ശീല കൊണ്ട് ധരിച്ചാൽ അവരുടെ ഇറച്ചി പുറത്ത് കാണും, മുടി പുറത്ത് കാണും. നേർത്ത ശീലകൾ കൊണ്ട് തയ്പ്പിക്കപ്പെടുന്നതായ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അത് അന്യർക്ക് അവരുടെ നഗ്നത വെളിപ്പെടും വിധമാണുള്ളത്. പല സ്ത്രീകളും ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഒരു ഡ്രസ്സ് ധരിച്ചതെന്ന് ചോദിച്ചു പോകും. അങ്ങനത്തെ ഇതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ചുരിദാറാണെങ്കിൽ തന്നെ, സാരിയും ബ്ലൗസും ആണെങ്കിൽ തന്നെ പലരും അത് ധരിച്ചിട്ടുണ്ടെങ്കിൽ ധരിച്ചത് എന്തിനാന്ന് തോന്നിപ്പോവും. കാരണം എന്താ? ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ വരെ പുറത്തേക്ക് തെളിഞ്ഞു കാണും വിധമായിരിക്കും ആ വസ്ത്രത്തിൻ്റെ ഒക്കെ കട്ടി, അത്ര നേർത്തതായിരിക്കും. പർദ്ദകൾ വരെ, ഇപ്പോഴത്തെ പർദ്ദകളുണ്ടല്ലോ, പർദ്ദ എന്തിനാ? പർദ്ദ സൗന്ദര്യം മറക്കാൻ കൂടിയാണ്. ശരീരത്തിലെ അവയവങ്ങൾ അത് പുറത്തേക്ക് തുറിച്ച് കാണാത്ത വിധം മൂടുപടാണ് പർദ്ദ. ആ പർദ്ദ വരെ ഇന്ന് മേനിയോടൊട്ടി, മനസ്സിലായില്ലേ? മേനിയോടൊട്ടി ഒരു സ്ത്രീക്ക് കറുത്ത പെയിൻ്റ് അടിച്ച മാതിരിയാണ് പലരുടെയും പർദ്ദ തന്നെ. അതിൻ്റെ ധർമ്മം നിർവഹിക്കാനാണില്ല, ആ രീതിയിൽ പർദ്ദ പരിണമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൻ്റെ മണം പോലും കിട്ടൂല എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ എന്താ, സ്വർഗത്തിൻ്റെ മണം പോലും അവർക്ക്, പരിമളം പോലും അവർക്ക് കിട്ടൂല പറയാൻ കാരണം അവരുടെ ഡ്രസ് കോഡാണ്. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച് നഗ്നരായ സ്ത്രീകൾ. വസ്ത്രം ധരിച്ച് നഗ്നരായ സ്ത്രീകൾ. അതെങ്ങനെ വസ്ത്രം ധരിച്ചിട്ട് നഗ്നരാകുക? ആദ്യകാലത്ത് അത് അറിയപ്പെടില്ലായിരുന്നു. എന്താണ് ഈ പറഞ്ഞത്? വസ്ത്രം ധരിച്ചിട്ട് എങ്ങനെ നഗ്നരാകാന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അറിയാൻ പറ്റി. അതെന്താ? വസ്ത്രം ധരിച്ചിട്ടും നേർത്ത വസ്ത്രം ശീല, എന്നിട്ടും മാംസവും ശരീരത്തിലെ നഗ്നതയൊക്കെ വെളിപ്പെടുന്ന രീതിയിൽ. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണെന്നറിയോ? ലൈ യദ്ഖുൽനൽ ജന്ന, അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. വല യജിദന റീഹഹ, സ്വർഗത്തിൻ്റെ മണം പോലും അവർ ആസ്വദിക്കൂല. വ ഇന്ന റീഹഹ ലയൂജദു മിൻ മസീറത്തി കദാ വകദ, ബഹുദൂരം, സ്വർഗത്തിൽ നിന്ന് ബഹുദൂരം അകലെ സ്വർഗത്തിൻ്റെ മണം ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള മണം പോലും ഇത്തരം സ്ത്രീകൾക്ക് ഇല്ല, നിഷിദ്ധം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ വാങ്ങിക്കൊടുക്കുന്നത്? നമ്മളുടെ അധ്വാനം, വിയർപ്പ്, അത് കാശായിട്ട് അവർ കൊണ്ടുപോയിട്ട് വാങ്ങണ ഡ്രസ്സ് അവർക്ക് സ്വർഗം നേടാൻ ഉപകരിക്കുമോ അതല്ല നരകം നേടാൻ ഉപകരിക്കുമോ? ഔറത്ത് മറക്കാൻ പറ്റിയ വസ്ത്രമാണോ? അല്ലേ? പലരുടെയും വസ്ത്രം തീർത്തും മോശമാണ്. കാരണം പുരുഷന്മാർക്ക് എന്തില്ല, ഒരു മേൽക്കോയ്മ ഈ വിഷയങ്ങളിലില്ല. പെൺമക്കൾ, ഭാര്യമാർ, സഹോദരികൾ ഇവരൊക്കെ ഡ്രസ്സ് ധരിച്ചിട്ട് പുറത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ നിർലജ്ജമാണ് അവസ്ഥ, നിർലജ്ജമാണ് അവസ്ഥ. ഏതായാലും ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ
ഹഫ്സ ബിൻത് അബ്ദുറഹ്മാൻ നേർത്ത ഒരു ശിരോവസ്ത്രത്തിൽ തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അത് മുറിച്ച് മാറ്റിയിട്ട് കട്ടിയുള്ള ഒരു വസ്ത്രം, ശിരോവസ്ത്രം അവർക്ക് ധരിക്കാൻ കൊടുത്തു എന്നതാണ് നമ്മളിവിടെ ഈ ചരിത്രത്തിൽ വായിക്കുന്നത്.